4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട താമരശ്ശേരി രൂപത റൂബി ജൂബിലിയുടെ നിറവിൽ. ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് രൂപതയിൽ റൂബി ജൂബിലി 2026 മാരത്തോൺ സംഘടിപ്പിച്ചു. കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദൈവാലയ ഗ്രൗണ്ടിൽ നിന്നും തിരുവമ്പാടി തിരുഹൃദയ ഫൊറോന ദൈവാലയത്തിലേക്ക് മലയോര വികസനം നാടിൻ നന്മയ്ക്ക് എന്ന ആപ്തവാക്യവുമായി മാരത്തോണിൽ പ്രായഭേദമന്യേ 200ഓളം പേർ പങ്കെടുത്തു. മാരത്തോൺ 2026 ലോഗോ പ്രകാശനം രൂപതാ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഭിമന്യ റെമജിയോ സിഞ്ചനാനിയിൽ പിതാവ് നിർവഹിച്ചു. കഴിഞ്ഞ 40 വർഷക്കാലം രൂപതയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതായി രൂപതാ മെത്രാൻ മാർ റെമജിയോ സിഞ്ചനാനിയിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, താമരശ്ശേരി രൂപത തന്റെ തീർത്ഥയാത്രയിൽ 40 വർഷങ്ങൾ പിന്നിടുകയാണ്. റൂബി ജൂബിലി കുടിയേറ്റത്തിൻ്റെ ഒരു നൂറ്റാണ്ട്. 1926 തിരുവിതാംകൂറിൽ നിന്ന് മെച്ചമായ മേച്ചിൽപ്പുറങ്ങൾ തേടി നമ്മുടെ ദൈവജനം മലബാറിലേക്ക് എത്തിയത് 100 വർഷങ്ങൾ. ധന്യനായ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിൻ്റെ ശക്തമായൊരു നേതൃത്വം ആ കാലഘട്ടത്തിൽ കുടിയേറ്റ ജനതയ്ക്ക് വൈദികരുടെ നേതൃത്വം ലഭിക്കുന്നതിനും ശുശ്രൂഷകൾ ലഭിക്കുന്നതിനും വലിയ സഹായമായി എന്ന് നന്ദിയോടെ ഓർക്കുകയാണ്. വലിയ രൂപതയായതുകൊണ്ട് കൂടുതൽ അനുപാലന പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായിട്ട് നടത്തുന്നതിന് 1986 താമരശ്ശേരി രൂപത സ്ഥാപിതമാകുകയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ ആദ്യത്തെ മെത്രാനായി മാർ സെബാസ്റ്റ്യൻ മംഗളിക്കൽ പിതാവിനെ നൽകുകയും ചെയ്തു. പിന്നീട് തൂങ്കുഴി പിതാവ്, മാർ പോൾ ചിറ്റിൽപ്പുഴി പിതാവ് മെത്രാന്മാരുടെ കരുത്തുറ്റ നേതൃത്വവും രൂപതയ്ക്ക് സഹായമായി. 16 വർഷമായി രൂപതയുടെ മേൽപ്പെട്ട ശുശ്രൂഷയിൽ ദൈവം എന്നെയും നിയോഗിച്ചിരുന്നു. ഈ 40 വർഷങ്ങൾ ആത്മീയമായും ഭൗതിക മേഖലകളിലും ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. കുറവുകൾ ഇല്ല എന്നല്ല, എങ്കിലും ദൈവജനത്തിന് കൂടെ നിന്ന് ഒരു മലയോര കുടിയേറ്റ ജനത എന്ന നിലയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ വൈദികരും സമർപ്പിതരും ആത്മായ പ്രേക്ഷിതരുടെ എല്ലാം നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വലിയ വെല്ലുവിളികളാണ് ഈ കുടിയേറ്റ ജനത ഇന്ന് നേരിടുന്നതെന്ന് നമുക്കറിയാം. കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ, വിലയിടിവ്, വന്യമൃഗങ്ങളുടെ ആക്രമണം, കാലാവസ്ഥയിലുള്ള വ്യതിയാനം. ഇവിടെ ഒരു ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് വിദേശത്തേക്ക് കുടിയേറുന്ന പുതിയ തലമുറ ആത്മീയമായിട്ട് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭൗതികമായ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. പക്ഷെ അതെല്ലാം താൽക്കാലികമാണെന്ന് നമുക്കറിയാം. ദൈവം നമ്മെ എപ്പോഴും സഹായിക്കും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതൊരു ജനതയാണെന്നുള്ളത് ഇസ്രായേലിൻ്റെ ആഴമായ ആത്മീയ അനുഭവം നമുക്ക് കരുത്താണ്, നമുക്ക് ശക്തിയാണ്. മുന്നോട്ടുള്ള യാത്രയിലും ദൈവം നയിക്കും. ഇനി ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൂടുതൽ അനുഭവിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. 10 വർഷം കഴിയുമ്പോൾ സുവർണ ജൂബിലിയാകും. നമുക്ക് ആ സുവർണ ജൂബിലിക്ക് വേണ്ടി ഒരുക്കി ഈ നമ്മുടെ രൂപതയെ നമുക്ക് ഒരുമിച്ച് നിന്ന് ശക്തിപ്പെടുത്താം. ഏപ്രിൽ 18 കൃതജ്ഞതാ ബലി നാം അർപ്പിക്കുകയാണ്. ബഥാനിയായി രാവിലെ 9 മണിക്ക് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പാണ് ഈ വിശുദ്ധ ബലിക്കും തുറന്നുള്ള സമ്മേളനത്തിനും നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം മലബാറിലെ വിവിധ രൂപതകളിലെ അധ്യക്ഷന്മാരും നമ്മോടൊപ്പം ചേരും. രൂപതയിലെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രത്യേകമായിട്ട് വിളിച്ചിട്ടുണ്ട്. എങ്കിലും സാധിക്കുന്ന എല്ലാവരും ഈ ദിവസം ബഥാനിയായി വരണം. ഏപ്രിൽ 18 രാവിലെ 9:30 മണിക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ എല്ലാവരും വരണമെന്ന് ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. രൂപതയെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 4 പതിറ്റാണ്ടുകളായി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് രൂപത നൽകി വരുന്ന നേതൃത്വപരമായ പങ്കിനെ സ്മരിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ കായിക മാമാങ്കത്തിനുണ്ട്. അഭിമന്യ പിതാവ് ഫ്ലാഗ് ഓഫ് ചെയ്ത മാരത്തൺ കോടഞ്ചേരിയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് 10 കിലോമീറ്റർ ദൂരം സ്റ്റേറ്റ് ഹൈവേയിലൂടെയാണ് മത്സരം നടന്നത്.
തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ 2026 മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മത്സര വിജയികൾക്കും ക്യാഷ് അവാർഡുകളും ട്രോഫികളും അഭിവന്യ പിതാവ് വിതരണം ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.